അഗ്ര വെറൈറ്റി ഫാമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ എങ്ങനെ നേന്ത്രവാഴ കൃഷി ലാഭകരമായി ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത് കന്ന് നടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മണ്ണൊരുക്കണം. മണ്ണിൽ നല്ല കുമ്മായ ഇട്ട് മണ്ണൊരുക്കിയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല കന്ന് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള കന്ന് സംഘടിപ്പിക്കുക. ഞങ്ങൾ ആരോഗ്യമുള്ള കന്ന് സംഘടിപ്പിക്കാൻ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തേക്ക് പോയിട്ടാണ് നല്ല കന്നെടുക്കില്ല. അവിടെ പോയി നല്ല സൂചിക്കന്ന് അവിടെയുള്ള ആളുമാരെ കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് മികച്ച കുലകൾ ലഭ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തൂമ്പടച്ച് പോവുകയോ മറ്റു രോഗങ്ങൾ വന്നു പോവുകയോ ചെയ്യും. അപ്പോൾ നല്ല ആരോഗ്യമുള്ള നല്ല കന്ന് തിരഞ്ഞെടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് നടാനും. അപ്പോൾ ഇതുപോലെ നല്ല കന്ന് കുത്തി നല്ല വൃത്തിയുള്ള സൂചിക്കന്ന് നോക്കി കുത്തിയെടുത്തിട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കന്നൊക്കെ കുത്തിയെടുത്ത് കഴിഞ്ഞ ശേഷം അത് നന്നാക്കി നമ്മളത് അവിടെ നിന്നുള്ള അണ്ണന്മാർ നമുക്ക് വണ്ടി കയറ്റാൻ സൗകര്യത്തിന് നമ്മൾ റോഡ് സൈഡിലേക്ക് അടുപ്പിച്ച് തരാണ്. നമ്മൾ അടുപ്പിച്ച് വന്ന കന്ന് നമ്മൾ വണ്ടി വിളിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ കന്നൊക്കെ വണ്ടിയിൽ കയറ്റി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് നമ്മൾ തോലൊക്കെ ചെത്തി വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കന്ന് ഇറക്കിയിട്ട് നമ്മളിതിൻ്റെ പുറത്തുള്ള തോലുകൾ പിന്നെ ചേന ചെത്തും പോലെ ഈ വേരുകളൊക്കെ ചെത്തിക്കളണം. ഈ വേരിലൊക്കെ നല്ല വൈറസുകളും ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഈ രോഗങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മളത് ചെത്തി ഒഴിവാക്കിയിട്ട് വേണം നല്ല മരുന്നിൽ മുക്കിയിട്ട് വേണം നടാൻ. അപ്പോൾ നമ്മൾ ഈ വേരൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി ചേന ചെത്തും പോലെ ചെത്തി വൃത്തിയാക്കിയിട്ട് കന്ന് കൂട്ടിയിട്ട് മരുന്നിൽ മുക്കി ഇവിടെ കൂട്ടിയിട്ട് ഒരു ദിവസം പായിട്ട് മൂടി കൂട്ടിയിടാണ് ചെയ്യാം. അതിനുശേഷം ഇത് ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നടുക. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലൊക്കെ വേര് പുറത്തേക്ക് പൊടിഞ്ഞ് വരും. നല്ല രീതിയിലുള്ള വേരുകൾ ചിലപ്പോൾ നമ്മൾ കുത്തിക്കളയാത്ത ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന മുകുളങ്ങളൊക്കെ ഉണ്ട്. ഈ മുകുളങ്ങളൊക്കെ നമ്മൾ നടുന്നതിന് മുന്നായിട്ട് കുത്തിയെടുത്ത് ഒഴിവാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കന്നെടുക്കുമ്പോൾ തന്നെ വളരെ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ ചില വേരുകൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഈ വേരുകളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വേരൊന്നും പൊട്ടിപ്പോയി പ്രശ്നമില്ല. നമ്മൾ ചെത്തി കഴിഞ്ഞ ഭാഗത്തു നിന്നാണ് ഈ വേര് വരുന്നത്. അപ്പോൾ ഈ ചേന ചെത്തുമ്പോൾ ചെത്തി കഴിഞ്ഞാലും നല്ല വേരുകൾ വരും. അതുപോലെ തന്നെ ഇതുപോലെ മുകുളങ്ങൾ നമ്മൾ കാണാത്തതുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ കുത്തി ചൂഴ്ന്നെടുത്ത് കളയണം. ചൂഴ്ന്നെടുത്ത് കളഞ്ഞാൽ മാത്രമേ അവിടെ ഇതാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇനി നടാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണൊരുക്കി കഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതുപോലെ പ്ലാസ്റ്റിക് കാര് കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട് തുണി കൊണ്ട്. അവിടെയൊക്കെ നമ്മൾ ഡോളോമൈറ്റിൻ്റെ പോയിന്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവിടെയാണ് നമ്മൾ കുഴി കുത്തുക. അപ്പോൾ കുഴി കുത്തിയതിന് ശേഷം നമ്മൾ കന്ന് വെക്കുക. അപ്പോൾ കുഴിയൊക്കെ കുത്തി നല്ല വൃത്തിയാക്കി കുഴിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ അടിവളങ്ങൾ കൊടുക്കണം. ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ അടിവളങ്ങൾ ആദ്യം തന്നെ കൊടുത്തു വേണം. നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് പോകുന്നതുകൊണ്ട് നമ്മളെല്ലാ പണികളും ആദ്യം ചെയ്യണം. അതിന് നമ്മൾ കോഴിവളവും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ നീളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കും. ഓരോ വാഴയൊന്നും കണക്കാക്കില്ല. നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഷീറ്റ് വിരിച്ച് പോകുന്ന അടിയിൽ നമ്മളിതുപോലെ നീളത്തിലങ്ങ് കോഴിവളം ആട്ടുംകാട്ടോ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നീളത്തിൽ കൊടുക്കാം. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസുകളായ മഗ്നീഷ്യം, ബോറോൺ ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ മസൂരി ഫോസുമായി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാഴയ്ക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മിക്സിങ് സാധനങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം നമ്മൾ വാഴേൻ്റെ അടിഭാഗത്ത് ഈ വാഴ വരുന്നതിൻ്റെ സൈഡിലൂടെ നമ്മൾ വാരിയിട്ടിട്ട് ഇത് നമ്മൾ മണ്ണിട്ട് മൂടും. അത് മണ്ണിട്ട് മൂടി നമ്മൾ കന്ന് വെച്ച് ഷീറ്റ് വിരിച്ച് അതിനുശേഷം നമുക്ക് കന്ന് മുള പൊട്ടി വരാൻ തുടങ്ങുന്ന അവസ്ഥ വരുമ്പോഴാണ് നമ്മളിതിന് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വളം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കന്ന് ആദ്യത്തെ ഇലയ്ക്ക് വിരിഞ്ഞ് കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ കുറേശ്ശെ ഇതിന് വേണ്ടിയിട്ട് വളങ്ങൾ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പുതിയ വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കന്ന് കണ്ടില്ലേ ഇപ്പം പൊടിച്ച് വരികയാണ്. അപ്പോൾ ഈ കന്നുകൾ ഇനി നമുക്ക് ഒരു ഇല വിരിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ ഇതിന് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വളം നൽകും. അപ്പോൾ വളം നൽകി കന്നുകൾ പൊന്തി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസുകൾ നമ്മൾ അടുത്തടുത്ത വീഡിയോകൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണും അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ വീണ്ടും വരുന്നതാണ്. അപ്പം വാഴയുടെ അടുത്ത വീഡിയോസുകൾ നമ്മൾ അടുത്ത ദിവസം ഉണ്ടാകുന്നതാണ്.